നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്കറിയാം, കഴിഞ്ഞ മാസമായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ചത് 2000 രൂപ പെൻഷൻ 1600 രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് 400 രൂപ കൂട്ടി 2000 രൂപയായിരിക്കുമെന്നുള്ളത്. കഴിഞ്ഞ മാസത്തെ പെൻഷൻ നമുക്ക് എല്ലാ ആളുകൾക്കും ലഭിച്ചതാണ്. അന്ന് ഒരു മാസത്തെ കുടിശ്ശികയടക്കം 3600 രൂപ ലഭിച്ചു എല്ലാ ആളുകൾക്കും. അതിനുശേഷം ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണവുമായി സർക്കാർ വരികയാണ്. നമുക്കറിയാം, എല്ലാ വർഷവും മാസത്തിൻ്റെ അവസാനത്തിലാണ് 26-ാം തീയതി മുതൽ 28-ാം തീയതി വരെയാണ് നമുക്ക് പെൻഷൻ ലഭിക്കാറ്. എന്നാൽ ഈ മാസം ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് പഞ്ചായത്ത് ഇലക്ഷന് ബാക്കിയുള്ളത്. ആ ഇലക്ഷന് മുമ്പായി തന്നെ ഈ ഒരു മാസത്തെ പെൻഷൻ വിതരണവുമായി സർക്കാർ വരികയാണ്. മിക്കവാറും നമുക്ക് 8-ാം തീയതിയോ 9-ാം തീയതിയോ ആയിരിക്കും പെൻഷൻ ലഭിക്കുക. അതിനുശേഷം പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും നമുക്ക് മാസാവസാനം തന്നെയായിരിക്കും പെൻഷൻ ലഭിക്കുക. ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം 3600 രൂപ പെൻഷൻ ലഭിച്ച ആളുകൾ യെസ് എന്നും, പെൻഷൻ ലഭിക്കാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്താൽ മറ്റാളുകൾക്ക് ഉപകാരമാവും. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് പെൻഷൻ ഇപ്പോൾ ലഭിക്കാറില്ല. നമ്മുടെ വീഡിയോയുടെ അടിയിലും മറ്റ് വാട്സപ്പിലുമെല്ലാം ഇങ്ങനെ കമൻറ്റ് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ത് കാരണം കൊണ്ടാണോ നിങ്ങളുടെ പെൻഷൻ മുടങ്ങിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വാർഡ് മെമ്പർമാർ മുഖേനയോ അതല്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ നേരിട്ടോ ചെന്ന് എന്ത് കാരണം കൊണ്ടാണോ പെൻഷൻ മുടങ്ങിയതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും വീണ്ടും പെൻഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ എല്ലാ വർഷവും നൽകേണ്ട സത്യാമൂലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ മാസമാണ് നൽകേണ്ടിയിരുന്നത്. ആ സത്യാമൂലം നൽകാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സത്യാമൂലം നൽകുക. അതുപോലെ തന്നെ പെൻഷൻ മസ്റ്റ് കൊണ്ട് മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം പെൻഷൻ അപ്രൂവലായ ആളുകളുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാ മാസവും 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്റിങ്ങിന് സൗകര്യമുണ്ട്. ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി നിങ്ങൾ മസ്റ്റിങ് പൂർത്തിയാക്കുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും വീണ്ടും പെൻഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് വീടിൻ്റെ വലിപ്പം പറഞ്ഞിട്ടും അതുപോലെ തന്നെ വീട്ടിൽ AC മറ്റ് സൗകര്യങ്ങളും ഉണ്ടായതുകൊണ്ട്, വീട്ടിൽ 4 ചക്ര വാഹനമുള്ള ആളുകളുണ്ടായതുകൊണ്ട് ഇങ്ങനെയുള്ള പെൻഷൻ മുടങ്ങിയ ആളുകൾക്ക് പ്രത്യേകിച്ച് ചെയ്യാൻ സാധിക്കുകയില്ല. സർക്കാരിൻ്റെ നയപരമായ തീരുമാനം മാറുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. സർക്കാരിൻ്റെ നയപരമായ തീരുമാനം എന്താണോ മാറുന്നത് അതിനുശേഷം നമുക്ക് വീണ്ടും പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുവരെ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയില്ല. ഇതെല്ലാം ഉണ്ടായിട്ടും പെൻഷൻ വാങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. അനർഹമായി പെൻഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ ഇന്നു മുതലാണ് നമുക്ക് അനർഹമായി പെൻഷൻ വരുന്നത്. അതുമുതലുള്ള പണം നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പുതിയ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് സമയമോ കാലമോ ഇല്ല. അക്ഷയ കേന്ദ്രങ്ങളിലുള്ള ഓൺലൈൻ സെൻറ്ററുകൾ വഴി നിങ്ങൾക്ക് പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാം. ഇങ്ങനെ പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ആവശ്യമായ രേഖകളെല്ലാം കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിലേക്ക് അപ്രൂവൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ മസ്റ്റിങ് കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും പെൻഷൻ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട്. അറിയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി നൽകാറുണ്ടെങ്കിലും ഒരുപാട് കമൻറ്റുകളായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മറുപടി നൽകാൻ സാധിക്കാറില്ല. നമ്മുടെ വീഡിയോയിൽ വരുന്ന ചില ആനുകൂല്യങ്ങൾക്ക് നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ പോകുമ്പോൾ എന്തെല്ലാം രേഖകളാണ് ഹാജരാക്കേണ്ടി വരിക, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ മറ്റ് എന്തെല്ലാം രേഖകൾ ഹാജരാക്കേണ്ടി വരും, പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവയെല്ലാം കുറിച്ച് നിങ്ങൾക്ക് വാട്സാപ്പിൽ നമ്മോട് കമൻറ്റ് ചോദിക്കാം. ഇൻഫർമേഷൻ മീഡിയ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഒരു ജോയിൻ ബട്ടൺ കാണാൻ സാധിക്കും. ആ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ മറ്റു കാര്യങ്ങളും ലഭിക്കും. അതിൽ കൂടി നിങ്ങൾക്ക് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.